എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങൾക്കൊരു ചെറിയൊരു അറിവ് പകർന്നു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. വാഹനങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഇതൊരു നല്ലൊരു അറിവായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇതെല്ലാവർക്കും കുറേ ആൾക്കാർക്ക് അറിയാവുന്ന ഒരു അറിവ് തന്നെയാണ്. നമ്മൾ ഒരു വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ വെച്ചിട്ട് നമ്മൾക്ക് എങ്ങനെയാണ് ആ വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് കിട്ടുക എന്നാണ് ഉള്ള രണ്ട് ആപ്ലിക്കേഷനെ കുറിച്ച് വിവരിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കുറേ ആൾക്കാർക്ക് അറിയാം, അറിയാത്ത ആൾക്കാർക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എം പരിവാഹൻ എന്ന ഒരു പുതിയതല്ല, കുറച്ച് കാലം ഇറങ്ങിയിട്ട് ഒരു ആപ്പിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ വാഹനങ്ങളെ കൂടിയിട്ട് ഒരു വെബ്സൈറ്റിനുള്ളിലേക്ക് ആക്കി. എം പരിവാഹൻ എന്നാണ് ആ ആപ്പിൻ്റെ പേര്. ആദ്യം നമുക്ക് അതിനെക്കുറിച്ച് നോക്കാം. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പ്ലേ സ്റ്റോറിൽ പോവുക. പ്ലേ സ്റ്റോറിൽ പോയിട്ട് എം പരിവാഹൻ എന്ന് അടിച്ചു കൊടുക്കുക. എം പരിവാഹൻ ഞാൻ ഇവിടെ ഇപ്പോൾ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കാണ് വരിക. ഓക്കെ കൊടുക്കുക. ഇവിടെ വന്ന് നമ്മളൊരു വണ്ടി നമ്പർ അടിച്ചു കൊടുക്കുക. ഇതുപോലെ ഒരു വണ്ടിയുടെ രജിസ്ട്രേഷൻ നമ്പർ അടിച്ചു കൊടുക്കുക. ഞാൻ എൻ്റെ ഒരു പഴയ വണ്ടിയുടെ എൻ്റെ രജിസ്ട്രേഷൻ നമ്പർ അടിച്ചു കൊടുക്കണം. KL 48D 0887. 0 ചേർത്തടിക്കണം. 3 നമ്പർ വിളിച്ചാൽ 0 ചേർത്തടിക്കണം, അതല്ലെങ്കിൽ വരുന്നതല്ല. അപ്പോൾ യു നീഡ് ടു ലോഗിൻ ഫോർ ദിസ് ഫീച്ചർ എന്നാണ് ചോദിക്കുന്നത്. യെസ് അടിക്കുക. ലോഗിൻ ചെയ്യുക. മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുക. നമ്മുടെ മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുക. നമ്പർ അടിച്ചു കൊടുത്തു. കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുക്കുമ്പോൾ ഒരു വെരിഫിക്കേഷൻ കോഡ് വരും. ആ കോഡ് ഇതിലടിച്ചു കൊടുക്കുക. വെരിഫിക്കേഷൻ കോഡ് ഇതിലടിച്ചു കൊടുക്കുക. വെരിഫൈ ചെയ്യാം. അപ്പം ഇങ്ങനെ ഒരു ഇതാണ് ഓപ്പൺ ആവുക, പേജാണ് ഓപ്പൺ ആവുക. അത് നമ്മൾ വണ്ടി നമ്പറിന് അടിച്ചു കൊടുക്കുക. വീണ്ടും സീറോ ചേർത്ത് അടിക്കണം. എൻ്റർ കൊടുക്കുക. അപ്പോൾ നമുക്ക് അതിൽ ആരുടെ പേർക്കാണ് ഉള്ളതെന്നുള്ളത് തെളിഞ്ഞു വരും. ആരുടെ പേരിലാണ് ഇപ്പോൾ എടുക്കുന്നത്, RC സ്റ്റാറ്റസ് ആക്റ്റീവ് ആണോ, രജിസ്ട്രേഷൻ ഡേറ്റ്, ഫിറ്റ്നസ് ഡേറ്റ്, ഇൻഷുറൻസ്, ടാക്സ്, പെർമിറ്റ് ഉണ്ടെങ്കിൽ ടാക്സി ആണെങ്കിൽ പെർമിറ്റ്, ഇതെല്ലാം വരും. അപ്പം ഇങ്ങനെ ഏത് വണ്ടിയുടെ ആണെങ്കിലും ഇന്ത്യയിൽ ഓടുന്ന ഏത് വണ്ടിയുടെ വേണമെങ്കിലും RC ഡീറ്റെയിൽസ് ഇങ്ങനെ നമുക്കറിയാൻ പറ്റും. ഇനി നമുക്ക് ഇത് കൂടാതെ ഡാഷ്ബോർഡ്, RC ഡാഷ്ബോർഡ്, നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസും ഇതുപോലെ ചെക്ക് ചെയ്യാൻ പറ്റും. ഡ്രൈവിംഗ് ലൈസൻസ് നമ്മുടെ നമ്പറിൻ്റെ കയ്യിലുണ്ടെങ്കിൽ ആ നമ്പർ ഇതിൽ അടിച്ചു കൊടുക്കുക. ഫോർമാറ്റ് ഇതിൽ താഴെ കൊടുത്തിട്ടുണ്ട്, അതേപോലെ അടിച്ചു കൊടുക്കുക. ഇതുകൂടാതെ നമുക്ക് വേറൊരു RC ഡാഷ്ബോർഡ് കണ്ട് കാണാൻ. അതിൽ നമുക്ക് നമ്മുടെ മൈ RC, നമുക്ക് നമ്മുടെ RC ബുക്കിൻ്റെ RCയുടെ നമുക്കിതിൽ കയറ്റിയിടാം. അപ്പോൾ നമുക്ക് കയ്യിൽ പിടിച്ച് കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ വണ്ടിയിൽ സൂക്ഷിക്കണമെന്നില്ല. നമ്മളെവിടെയും ചെക്കിങ്ങിലേക്ക് പിടിക്കുകയാണെങ്കിൽ നമ്മളിത് കാണിച്ചു കൊടുത്താൽ മതി. അങ്ങനെ ഒരു സൗകര്യം കൂടി ഉണ്ട്. പിന്നെ നമ്മുടെ പേരിൽ വല്ല എന്തെങ്കിലും ചലാൻ വന്ന് എടുക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ എന്തെങ്കിലും ഫൈനൊക്കെ വന്ന് എടുക്കുന്നുണ്ടെങ്കിൽ ഈ വ്യൂ ചലാന്നുള്ള അടിച്ചു നോക്കിയാൽ, അതിൽ വണ്ടി നമ്പർ അടിച്ചു നോക്കിയാൽ അപ്പോൾ ഇവിടെ രണ്ട് ഇത് ചോദിക്കും. ചേസിസ് നമ്പർ, എഞ്ചിൻ നമ്പറിൻ്റെ 4 അവസാനം ചോദിക്കും. വെരിഫൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് വരും. അപ്പോൾ ഇതാണ് എം പരിവാഹൻ എന്നുള്ള ആപ്ലിക്കേഷൻ. നല്ലൊരു ആപ്ലിക്കേഷനാണ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗിക്കാം. പിന്നെ ഇതിൽ വേറെയും കുറേ ഇപ്പോൾ ഇതിൽ ഗവൺമെൻറ് നോട്ടിഫിക്കേഷനൊക്കെ വരികയാണെങ്കിൽ അത് ഇത് നമുക്കിവിടെ കാണിക്കും. മിനിസ്ട്രി നോട്ടിഫിക്കേഷൻ എന്നിട്ട് കാണിക്കുന്നുണ്ട്. പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ നോട്ടിഫിക്കേഷൻ ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് വരുമ്പോൾ അത് ഇതിൽ കാണിക്കുന്നുണ്ട്. ബാക്ക് പോവാം. അപ്പോൾ അതാണ് എം പരിവാഹൻ. നല്ലൊരു ആപ്പാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടികളുടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വണ്ടികളുടെയോ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഈ ആപ്പ് എടുക്കുകയാണെങ്കിൽ ഇതിൽ ഉപയോഗിക്കാം. ഇനി പറയാൻ പോകുന്ന വേറൊരു ആപ്പ്, ഇതാണ് ആപ്പ്. കാർ ഇൻഫോ എന്നാണ് ആപ്പിന്റെ പേര്.
കാർ ഇൻഫോ എന്നുള്ള ആപ്പ് നല്ലൊരു ബെസ്റ്റ് ഒരു ആപ്പാണ്. അതിലും നമുക്ക് കുറെ കാര്യങ്ങൾ ഇതിൽ കാണിക്കുന്നുണ്ട്. മറ്റേ അപേക്ഷിച്ച് ഇതിലെന്താ വെച്ചാൽ ഇതിൽ ഇടയ്ക്ക് പരസ്യങ്ങൾ വരും. അതാണ് ഇതിന്റെ ഒരു ബുദ്ധിമുട്ടല്ല, ഇടയ്ക്ക് ഓരോ പരസ്യങ്ങൾ ഇതിൽ വരും. ഇതിലിവിടെ കൊടുത്തിട്ടുണ്ട് RC സ്റ്റാറ്റസ്, ചെക്ക് ചലാൻ, മൈ ഡോക്യുമെന്റ്സ്, റീസെയിൽ വാല്യൂ. അത് വേറെ ഏതെങ്കിലും കാണാൻ ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. റീസെയിൽ വാല്യൂ കൂടി ഉണ്ട്. നമ്മുടെ വണ്ടിയുടെ നമ്പർ അടിച്ചു കൊടുക്കുക, റീസെയിൽ വാല്യൂ, കാർ ഇൻഷുറൻസ്, അങ്ങനെ പല കാര്യങ്ങളും ഇതിലുണ്ട്. ബൈക്ക് ഇൻഷുറൻസ് അതുണ്ട്. അതുകൂടാതെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ സ്ഥലമാണെങ്കിൽ ആ സ്ഥലത്ത് നമ്മുടെ സിറ്റി ഏതാണെങ്കിൽ ആ സിറ്റി നെയിം ഇവിടെ കൊടുക്കുകയാണെങ്കിൽ, സിറ്റി ഇപ്പോൾ ഇന്ത്യയിലത്തെ എല്ലാ സ്റ്റേറ്റിലും കൊടുത്തിട്ടുണ്ട്. അവിടെ ഇതിൽ ഇങ്ങനെ വരുന്നതാണ്. അതായത് ഡീസലിന്റെയും പെട്രോളിന്റെയും അന്നത്തെ വില, പ്രസന്റ് വില എന്താണോ അത് നമുക്ക്. നമ്മളിപ്പോൾ തൃശ്ശൂർ ആയതുകൊണ്ട് തൃശ്ശൂർ കൊടുത്തിട്ടുണ്ട്. തൃശ്ശൂർ ഇന്ന് 102.57 പെട്രോൾ വില, ഡീസൽ വില 95.29. അങ്ങനെയുണ്ട്. അത് കൂടാതെ ഇവിടെ വേറെയും കുറെ അടിയിലേക്ക് പോകുമ്പോൾ വേറെയും കുറെ കാറുകളെ കുറിച്ചുള്ള റിവ്യൂ, ബൈക്കുകളെ കുറിച്ചുള്ള റിവ്യൂ, അങ്ങനെ കുറെ പരിപാടി ഇതിലുണ്ട്. നമുക്ക് ഇനി RC ഒന്ന് എടുത്തേക്കാം. ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. നമ്മളിത് ഇവിടെ അടിച്ചു. ഇവിടെ നമ്മുടെ RCയുടെ ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കുക. നമ്മൾ നേരത്തെ എടുത്ത നമ്പർ തന്നെ അടിച്ചു കൊടുക്കാം. എന്റെ പഴയ വണ്ടിയുടെ നമ്പറാണ്. ഇതിപ്പോ വേറെ ആളുടെ വില എടുക്കുന്നത്. നമ്പർ ഇവിടെ അടിച്ചു കൊടുത്തു. ഇവിടെ സെർച്ച് ചെയ്യണതിന്റെ ഇടയിൽ ഒരു പരസ്യം വരും. നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തു. പെട്ടെന്ന് തന്നെ വരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ വന്നതാ രജിസ്ട്രേഷൻ വന്നു. ഇൻഷുറൻസിന്റെ എക്സ്പയറി ഒന്നുണ്ട്. താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ ഇത് പേര് ആരുടെയാണോ അത് കാണിക്കുന്നുണ്ട്. എത്രാമത്തെ ഓണറാണെന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽസും കാണിക്കുന്നുണ്ട്. ടാറ്റ അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും കാണിക്കുന്നുണ്ട്. വെഹിക്കിള് ക്ലാസ് ഏതാണത്, ഡീസൽ ഫ്യൂൽ ടൈപ്പ് കാണിക്കുന്നുണ്ട്. അങ്ങനെ നല്ലൊരു ആപ്പാണ്, ബെസ്റ്റ് ആപ്പാണത്. ഇങ്ങനെ രണ്ട് ആപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾക്ക് നമ്മുടെ രജിസ്ട്രേഷൻ വണ്ടികളുടെ ഏത് വണ്ടികളുടെയാണ് രജിസ്ട്രേഷൻ നമ്പർ വേണമെങ്കിൽ, എത്ര കൊല്ലം പഴക്കമുണ്ട്, ഇതെല്ലാം കാണിക്കുന്നുണ്ട്. ഇതില് ഫിറ്റ്നസ് കാണിക്കുന്നുണ്ട്. പൊല്യൂഷൻ ഇതിൽ അപ്ഡേറ്റ് ആയിട്ടില്ല. അപ്ഡേറ്റ് ആയാൽ അതും കാണിക്കുന്നതാണ്. ഇൻഷുറൻസിന് എത്ര നാൾ കൂടിയും ബാലൻസ് ഉണ്ട്, എന്നാണ് എക്സ്പയറി ആവുന്നത്, അതൊക്കെ കാണിക്കുന്നുണ്ട് ഇതില്. പിന്നെ കളറ് എല്ലാം കാണിക്കുന്നുണ്ട്. നല്ലൊരു ആപ്പാണ്. അപ്പൊ എല്ലാവരും ഒന്ന് എടുത്ത് ഉപയോഗിച്ച് നോക്കുക. പിന്നെ എവിടെയാണ് ഏത് RTOസിന്റെ കീഴിലാണ് ഇപ്പൊ എടുക്കുന്നത് എല്ലാം കാണിക്കുന്നുണ്ട്. RTOസിന്റെ അഡ്രസ്സും കൊടുക്കുന്നുണ്ട്. എല്ലാം കാണിക്കുന്ന നല്ലൊരു ആപ്പാണത്. ഇടയ്ക്ക് ഓരോ പരസ്യം വരുന്നുള്ളൂ മാത്രമേ ആയിരിക്കും തോന്നിയുള്ളൂ. ബാക്കിലേക്ക് പോകുമ്പോ വീണ്ടും വേറെ ചലാൻ വില ഉണ്ടെങ്കിൽ അത് കാണിക്കാം. നമുക്ക് വല്ല ഡോക്യുമെന്റ്സ് ഒക്കെ കയറ്റിയിടാം. റീസെയിൽ വാല്യൂ കൂടി ഇതിൽ ഒരു വലിയൊരു ഇതാണ്. റീസെയിൽ വാല്യൂ നമുക്കൊന്ന് നോക്കി നോക്കാം. നമ്മുടെ ഒരു വണ്ടി ഇപ്പൊ നമ്മൾ നേരത്തെ കാണിച്ച വണ്ടിയുടെ തന്നെ റീസെയിൽ വാല്യൂ ഇപ്പൊ ഇന്നത്തെ നിലപാടിൽ എത്രയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. കാറാണ്. കാർ കൊടുക്കുക, വണ്ടി നമ്പർ അടിച്ചു കൊടുക്കുക. സീറോ ചേർത്ത് അടിച്ചു കൊടുക്കുക. എൻ്റർ കൊടുക്കുക. എൻ്റർ കൊടുക്കുമ്പോൾ കാറാണോ ബൈക്കാണോ അതിൻ്റെ ബാൻഡ് ഏതാണെന്ന്, ടാറ്റയാണ്. അത് അവർ തന്നെ ഓട്ടോമാറ്റിക്കലി ചൂസ് ചെയ്ത് പറയുന്നുണ്ട്. മോഡല് എത്ര മോഡല് എന്നുള്ളത്, ഏതാ മോഡലാണ് ചോദിക്കുന്നത്, ഏതാ വണ്ടി എന്നാണ് ചോദിക്കുന്നത്. ഇൻഡിഗോൻ്റെ തന്നെ മാൻസയാണ് വണ്ടി, BS4 ആണ്. അത് അടിച്ചു കൊടുക്കുക. എത്ര കിലോമീറ്റർ ഓടിയെന്നാണ് ചോദിക്കുന്നത്. 1,00,000 മുകളിൽ ഓടിൻ്റെ വണ്ടി. കിലോമീറ്റർ എത്ര ഉണ്ടെന്ന് അത് കൊടുത്തിട്ടുണ്ട്. സെല് ചെയ്യാനാണോ ബൈ ചെയ്യാനാണോ ചോദിക്കുന്നുണ്ട്. സെല് ചെയ്യാനാണ്. അത് അടിച്ചു കൊടുക്കുക. അപ്പൊ കാൽക്കുലേറ്റ് ഫെയർ വാല്യൂ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് അവർ കാൽക്കുലേറ്റ് ചെയ്യും. വീണ്ടും പരസ്യം വന്നു. അപ്പൊ അവരിപ്പോ ആപ്പ് പറയുന്നത് നമ്മുടെ ഇപ്പൊ ഈ അടിച്ചു കൊടുത്ത വണ്ടിയുടെ 1,32,000 മുതൽ 1,40,000 1,40,000 വരെയാണ് ഈ വണ്ടിക്ക് ഇപ്പോഴത്തെ മാർക്കറ്റ് വില എന്നാണ് കാണിക്കുന്നത്. അങ്ങനെ നമുക്ക് ഏത് വണ്ടിയുടെ വേണമെങ്കിലും ഇതുപോലെ ചെക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇത് നല്ലൊരു ആപ്പാണ്. ഇന്ന് ഞാൻ വന്നത് അപ്പോൾ ഈ രണ്ട് ആപ്പിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. അപ്പം നല്ല ആപ്പാണ്, എല്ലാവരും ഇത് ഉപയോഗിച്ച് നോക്കുക. മറ്റേ അഭിപ്രായം പറയുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ശരി, വീണ്ടും വേറെ വീഡിയോയിൽ കാണാം. ശരി.